ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇന്നലെ പച്ചരി വെള്ളത്തിലിട്ട് കുറച്ച് ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് ഇന്ന് ദോശ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദോശ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു 10 ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ദോശ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ദൃശ്യം ആദ്യത്തെ ദോശ എനിക്ക് കല്ലിൽ കിട്ടിയില്ല, കിട്ടാണ്ടായപ്പോൾ ദൃശ്യം വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ മതി, നന്നായി ഓയിലൊക്കെ ഇട്ട് അതായത് എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ മതി കൊണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഇങ്ങനെ കമൻറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഉള്ള ഒരു ഇതിലാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് കണ്ട ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ. ഇത് ഇരുമ്പ് ചട്ടിയാണ്, ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്ക് അധികം അങ്ങനെ അതായത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, പക്ഷേ ഇത് ദോശക്കല്ല് തന്നെയാണ്. ദിയമോൾക്ക് ദോശ കൊടുത്തു. അപ്പോൾ ദിയമോൾക്ക് നമ്മൾ ഒരു ദോശ കൊടുത്തു കേട്ടോ, പഞ്ചസാര അരികിലിട്ടിട്ടാണ് കൊടുത്തത്, വേറെ കറിയും ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മൂപ്പര് ഒരു 3/4 ഭാഗം ശരിക്കും ദോശ കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് പാൽ ചായയും കുടിച്ചിട്ട് ഇപ്പോൾ വാൻ വന്നു, ഞങ്ങൾ ഓടിപ്പോയി. എപ്പോഴും വാൻ്റെ ഒരു സമയം ഇപ്പോഴും കൃത്യമായിട്ടില്ല, കാരണം 8:35 ഇവിടെ വരിക, 8:34 വരിക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കുറച്ച് മുന്നേ ഒരു 25 ആകുമ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അപ്പോഴേക്ക് ഉണ്ണീനെ ഇളം വെയിൽ കുളിച്ചു, അപ്പോൾ ഈ തുണി അങ്ങനെ മാറ്റിച്ചു, അങ്ങനെയൊക്കെ അപ്പോഴേക്കും ദൃശ്യ അവളുടെ കാര്യങ്ങൾ ഒരു ബാത്റൂമിലൊക്കെ പോയി വരുമ്പോഴേക്കും നമുക്ക് ഉണ്ണീനെ ചെറുതിനും നോക്കണം, ദിയനും നോക്കണം. അപ്പോൾ അപ്പോഴേക്കും ടാങ്കിൽ വെള്ളം ഉണ്ടാവില്ല, മോട്ടർ അടിക്കണം, അങ്ങനെ ഉണ്ണീനെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, ദിയയുടെ കാര്യങ്ങൾ അതങ്ങനെ കാലത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള കുറച്ച് ടൈറ്റ് സമയങ്ങൾക്ക് കുറച്ച് ടൈറ്റ് വരുമ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ കൃത്യസമയത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുന്നേ വാൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ചെന്നു, വാൻ വന്നു. വാനിലൊരു അടിപൊളി കലാപം മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചർ ആരെ പാട്ട് വയ്ക്കണത് വണ്ടിയിൽ അടിപൊളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ചേട്ടനാണ് പാട്ട് വയ്ക്കണമെന്ന് പറഞ്ഞു. അത് അടിപൊളിയാണ്, കാരണം ഒരു സ്കൂൾ വാനിൽ കുട്ടികൾക്ക് ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു അടിപൊളിയാണ്. അവർക്ക് ആ സ്കൂൾ എത്തണത് വരെ അല്ലെങ്കിൽ ഇത്രയും നേരത്തെ അവരൊരു 7-8 മണി തൊട്ടിട്ട് വണ്ടിയിൽ ഒരു വാനിൽ കയറിയിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഈ ഒരു പഠിപ്പിൻ്റെ കാര്യം മാത്രമല്ല, അവർക്ക് ആ ഒരു മനസ്സിന് ശരിക്കൊരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സ്കൂളിലെത്തിയതിന് ശേഷം പഠിപ്പിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാമല്ലോ. അപ്പോൾ ഈ എക്സാമും ടൈമിങ്ങളൊക്കെ വരുമ്പോൾ അവർ പാട്ട് വയ്ക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണെന്നുള്ളത് നമ്മളിപ്പോൾ വണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ നല്ല രീതിയിൽ അടിപൊളി പാട്ടുകൾ വണ്ടിയിൽ വയ്ക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കി. ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യ ഉണ്ണിക്ക് പാല് കൊടുക്കണകത്തുണ്ട്. ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, നാളെ ശനി, മറ്റന്നാൾ ഞായർ, തിങ്കളാഴ്ച ഉണ്ണിയുടെ നൂലുകെട്ട് പരിപാടിയാണ്, അതായത് ചരട് കെട്ടൽ. 28 ഉണ്ണി ജനിച്ചിട്ട് 28 ദിവസം തിങ്കളാഴ്ചയ്ക്ക് ആവുകയാണ്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചയ്ക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പാർ, ഒരു പപ്പടം, ഒരു കാബേജ് തോരൻ, ഒരു ഇഞ്ചുംപുളി, അങ്ങനെ ഒരു പുളിയിഞ്ചി എന്ന് പറഞ്ഞ ഒരു സംഭവം വെക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ദൃശ്യം പറഞ്ഞു, ചേട്ടാ ഇതൊക്കെ ആരാ സെറ്റ് ചെയ്യുക, ആരും തലേദിവസം വരില്ലല്ലോ, നമ്മൾ വിളിക്കുന്നവരൊക്കെ പിറ്റേ ദിവസമല്ലേ വരിക, അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ദൃശ്യമാകത്തുണ്ട്, നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണി ഇപ്പോൾ ദിയമോളിപ്പോൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഞാൻ വന്നു, ഇനി ഞാൻ ദോശ കഴിക്കാൻ പോകണം. അപ്പോൾ ദൃശ്യ കഴിച്ചു കേട്ടോ. ദൃശ്യ ഉണ്ണിക്ക് കൊടുത്തപ്പോൾ തന്നെ ദൃശ്യക്ക് ചായയും ദോശയും ഞാൻ കൊടുത്തു. ഇനി പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ 28 തിങ്കളാഴ്ച. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കണം. സാധനങ്ങൾ എടുക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പലചരക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, പച്ചക്കറിയൊക്കെ ആയിട്ട്. അപ്പോൾ അത്ര ആർഭാടമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ശേഷി കാരണം കുറേ നാളുകളായിട്ട് ഇപ്പോൾ വർക്കിന് പോയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടിട്ട് നമ്മൾ അതിലും കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മളിവിടെ ഓരോരോ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇപ്പം നമ്മുടെ കയ്യിൽ കാശില്ല, ഉള്ളത് നമുക്ക് പറയാം. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് വടക്കാഞ്ചേരി പോയിട്ട് നമ്മളന്ന് ഒരു ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു മോതിരം നമ്മൾ പണയം വെച്ചിട്ടുണ്ടെന്ന്. ആ പണയം വെച്ചതിൽ എത്ര ഇനി കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല, കാരണം അത് അത്ര ഗ്രാമൊന്നും ഇല്ല. പക്ഷേ ഗോൾഡിന് ഇപ്പോൾ റേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ എന്തെങ്കിലും കിട്ടാതെ ഇരിക്കില്ല എന്നുള്ളതറിയാം. വേണ്ട, ഒരു 1000 രൂപ കിട്ടിയാലും നമുക്ക് തിങ്കളാഴ്ചത്തെ കാര്യം നടത്തും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കടം ചോദിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് ഉള്ള കാര്യം പറയുമല്ലോ, നമുക്ക് കടം ചോദിച്ചിട്ടുള്ള ഒരു ശീലമില്ല, നമ്മളങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, പരമാവധി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു 200, 50, 100 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് നമ്മൾ കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഇനി ഇല്ല. ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ചിലപ്പോൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടം മേടിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ കടം മേടിക്കാത്തവരും ഇല്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. അത് നമ്മുടെ ദൃശ്യ പറഞ്ഞുതരും കേട്ടോ. ദൃശ്യ പറയും.
അങ്ങനെ കടം മേടിക്കൊന്നുമില്ല. ആൾക്കത് പേടിയാണ്, അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു വെപ്രാളം. അതുപോലെ തന്നെ ഇതുവരെ അങ്ങനെ മേടിക്കാനുള്ള ഇടയാണ്. നമ്മുടെ അടുത്ത് വല്ല ഗോൾഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി പണയം വെക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് ധൈര്യമായല്ലോ. അങ്ങനെയാണ് ആളുടെ ഒരു. അത് ചുരുക്കം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു കച്ചവടത്തിന് പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കുറച്ച് ക്യാഷ് കയ്യിൽ സെറ്റായി വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് എന്നാ, അതായത് മുന്നത്തെ തൊട്ടിട്ട് തന്നെ, ആദ്യം തൊട്ട് തന്നെ ഗോൾഡിന് ഇപ്പോഴാണല്ലോ റൈറ്റ് കയറിയത്, അന്ന് തൊട്ടിട്ട് തന്നെ ഞാനൊരു മോതിരം അല്ലെങ്കിൽ ഒരു കമ്മൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂടുതലും മോതിരങ്ങൾ ഞാൻ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ആ ഗോൾഡ് നമുക്ക് കൊണ്ടുപോയി പണയം വെക്കാമല്ലോ എന്നുള്ള അങ്ങനെയുള്ളൊരു ഹോബി മുന്നത്തൊട്ട് എനിക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഗോൾഡ് എടുക്കുക എന്നുള്ളത്, അല്ലാതെ പണയം വെക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും കുറച്ച് ചില്ലറ കിട്ടി അപ്പോൾ ഞാനൊരു ഗോൾഡ് എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു ഗോൾഡ് എടുക്കാൻ പറ്റണില്ല, കാരണം ഭയങ്കര റേറ്റാണ്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു ഗോൾഡ്, ഞങ്ങളുടെ അടുത്തുള്ള ഗോൾഡ് പണയം വെച്ചിട്ട് തന്നെയാണ് ദൃശ്യക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടിട്ട് ഗോൾഡ് പണയം വെച്ചിട്ടാണ് സാധനങ്ങൾ എടുക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഉണ്ണിയുടെ 28ൻ്റെ പരിപാടിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഗോൾഡ് കൊണ്ടുവച്ചതെന്ന് ഞങ്ങൾ പുതുക്കിയിട്ട് ഞങ്ങൾ ചെറിയൊരു രീതിയിൽ, നമുക്ക് ഭക്ഷണം വയ്ക്കാനും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് ഒരു ചോറ്, ഒരു സാമ്പാർ, അതായത് ചോറ് വയ്ക്കുക, സാമ്പാർ വയ്ക്കുക, പപ്പടം കാച്ചുക, ഒരു ക്യാബേജ് തോരനും വയ്ക്കാം, ഒരു അവിയലും വയ്ക്കാം, ഒരു ഇഞ്ചിമുളി വെക്കണം എന്നുണ്ട്. അത് നീ പറഞ്ഞു തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം നമുക്ക് രണ്ടാൾക്കും വേണമെങ്കിൽ കൂട്ടാൻ കഷ്ണമൊക്കെ നുറുക്കാലോ ഒരുമിച്ചിരുന്നിട്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ അടുപ്പത്ത് സെറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ നീ പറഞ്ഞ പോലെ തന്നെയല്ലേ ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ? എന്താ നിൻ്റെ അഭിപ്രായം? ഉണ്ണിയുടെ ആദ്യത്തെ ഒരു നല്ല മംഗളമായിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് സദ്യ തന്നെ ചെയ്യാന്നുള്ളതാണ്. സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇല വെച്ചിട്ട് ചോറ് വിളമ്പി ഒരു വിളക്കൊക്കെ കത്തിച്ച് അത് ചെയ്യാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ആരും കൂടുതലായിട്ട് നമ്മുടെ പരിപാടിക്കില്ല. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാറ്ററിംഗ് ഒന്നും നമുക്ക് ഏൽപ്പിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല, കാരണം അത്ര ആൾക്കാരൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇളനാട്ടിൽ നിന്ന് അച്ഛൻ, പിന്നെ ഇവിടെ നിന്ന് മാമൻ, അതായത് തറവാട്ടിലെ എൻ്റെ അമ്മയുടെ ആങ്ങള മാമൻ, അമ്മായിയുടെ മോൻ ശ്രീകുട്ടൻ. ഇതിപ്പോൾ നമ്മുടെ ഒരു കുടുംബമാണ്, നമ്മളിവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ ലതമേമ, നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ് ലതമേമ കുട്ടപ്പാപ്പൻ. കാരണം മേമ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ടിട്ട് ദൃശ്യയുടെ കാര്യങ്ങൾക്ക് നിന്നിട്ടുള്ളതാണ് മേമയും കുട്ടപ്പാപ്പനും. മറ്റുള്ളവരൊക്കെ നമുക്ക് സ്നേഹമുള്ളവർ തന്നെയാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്. പക്ഷേ അവർക്കൊക്കെ ഓരോരോ കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ അവരൊന്നും അങ്ങനെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ അയൽവക്കങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണതാണ്. നമ്മൾ എന്ത് ചടങ്ങ് നടത്തിയാലും ഒരു ഗ്ലാസ് പായസം ഉണ്ടെങ്കിൽ നമ്മളവിടെ കൊണ്ടുകൊടുക്കും, അത് അവർക്കറിയാം. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ശരിക്കും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ക്ഷണിക്കേണ്ട ആവശ്യങ്ങളില്ല, കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിശേഷങ്ങൾ അറിഞ്ഞ് ഒരു ദിവസത്തിൽ തന്നെ ഒരു 2-3 തവണ വന്ന് പോകണവരാ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അവർ എപ്പോൾ കയറി വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. ദൃശ്യയുടെ ആയാലും ഉണ്ണിയുടെ കാര്യം അന്വേഷിക്കാനായാലും കയറി വരുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ക്ഷണിച്ചില്ല എന്ന് വെച്ചിട്ട് ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ വന്നതെന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല, അതൊരാൾ എവിടെയും ചോദിക്കില്ല. അതൊരു സ്നേഹമാണ്. കാരണം ക്ഷണിക്കുക പറഞ്ഞാൽ നമ്മൾ ഇവരെ ക്ഷണിച്ചാൽ അപ്പുറത്തേക്ക് വിളിക്കണം, അപ്പുറത്ത് ക്ഷണിച്ചാൽ അപ്പുറത്ത് വിളിക്കണം, അങ്ങനെ വീടുകൾ കൂടും. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇത് വരെ വിളിച്ചിട്ട് പിന്നെ അപ്പുറത്തേക്ക് വിളിച്ചില്ല. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ക്ഷണം ശരിക്ക് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്ഷണം അവസാനിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ടും എന്ത് പരിപാടി വെച്ചാലും പ്രശ്നങ്ങളാവും. കാരണം ദിയ ഉണ്ണിയുടെ 1ാം പിറന്നാൾ, ദിയ മോളുടെ 5ാം പിറന്നാളാണ്. നമ്മളിത് നമ്മുടെ വീട്ടിൽ ചെറുതായിട്ട് നടത്തിയതാണ്. ദിയയുടെ 1ാം പിറന്നാൾ ഞങ്ങൾ നടത്തിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ദിയമോളുടെ പിറന്നാൾ എനിക്ക് അറിയുന്ന ഒരുവിധ ആളുകളെയൊക്കെ, അത്രയും അടുത്ത് നിൽക്കുന്ന ക്ലോസായ ഒരുപാട് ആളുകളെ ഞങ്ങൾ കുടുംബസമേതം അല്ലെങ്കിൽ വീട്ടിൽ പോയി, ഫോണിലല്ല വീട്ടിൽ പോയി ക്ഷണിച്ച് ഞാൻ കൊണ്ടുവന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഗംഭീരമായിട്ട് നടത്തി. എന്നിട്ടും ആ പരിപാടി കഴിഞ്ഞ് പോയപ്പോൾ പല ആളുകൾക്കും പരാതികളുണ്ടായിരുന്നു. ആ പരിപാടി ഇങ്ങനെയായി, അതങ്ങനെയായി എന്നുള്ളത്. ആ പരാതികളെല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിയും, എന്ത് പരിപാടി വെച്ചാലും ആർക്കും ഇപ്പോഴത്തെ കാലത്ത് തൃപ്തിയാവില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പരിപാടി അങ്ങോട്ട് ചെയ്ത് പോകണമെങ്കിൽ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവണം, അല്ലെങ്കിൽ എത്ര ടെൻഷൻ അനുഭവിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര കാര്യങ്ങൾ എടുക്കണം എന്നുള്ളത് അത് സ്വയം ഒരു പരിപാടി വയ്ക്കുമ്പോഴാണ് അത് അവർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. കുറ്റം പറയാൻ, എന്തെങ്കിലും ഒരു പരിപാടി വയ്ക്കുമ്പോഴേക്കും കുറ്റം പറയാൻ വേഗം എന്നുള്ളത് അത് നമ്മുടെ പൊതുവേ ഉള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് ദൃശ്യം തന്നെ ചില സമയത്ത് പറയും, ചേട്ടാ നമ്മൾ പരിപാടി വയ്ക്കുമ്പോൾ
കൂടുതൽ ആളുകളെ വിളിക്കാണ്ടിരിക്കാൻ നല്ലത്. ഇതൊക്കെ പിന്നീട് റിസ്ക് ആവുമല്ലോ എന്നുള്ളത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പൊരുതി നേടി കഴിഞ്ഞാൽ അതങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മളല്ലേ അനുഭവിക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ നാളേക്ക് അതൊരു വർത്താനും പരാതികളാവും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇനി ഉണ്ണിക്ക് ഇളംവെയിലൊക്കെ കൊള്ളിച്ചു. ഉണ്ണീനെ ഇനി കുളിപ്പിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ദൃശ്യ കുളിച്ചിട്ടില്ല. സാധാരണ ദൃശ്യ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇന്നിപ്പോൾ കാലത്ത് ഇന്നലെ അവൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എന്തോ 2-3 വട്ടം ഇങ്ങനെ ഉറക്കത്തിന് എനിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ ഉണ്ണി അലമ്പുണ്ടാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ ശരിക്കും നല്ല ക്ലിയർ ആയിട്ടില്ല അല്ലേ ഉറക്കം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ വടക്കാഞ്ചേരിക്ക് പോകാൻ നിൽക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വടക്കാഞ്ചേരിക്ക് പോകാൻ നിൽക്കുകയാണ്. വടക്കാഞ്ചേരിക്ക് പോയിട്ട് ആ ഗോൾഡിൻ്റെ ഇതൊന്ന് എത്ര റേറ്റ് കിട്ടും എന്ന് നോക്കിയിട്ട് വേണം എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ. ഇതിന് ഈ ഒരു ലൈഫിന് ശരിക്കും ഭയങ്കര ത്രില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലാതെ ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും ജീവിക്കാനുള്ള ഒരു പവർ കിട്ടുന്നത്. കാരണം നമുക്ക് ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു വാശി കിട്ടുന്നത്. ലൈഫിലെല്ലാം നേടണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റണം എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളത് മനസ്സിലൊരു സൈഡിലുണ്ടേനു. അപ്പോൾ നമ്മൾ ഒറ്റയാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് എല്ലാം ചെയ്യാൻ തോന്നുന്നത്. എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ എല്ലാവരും കാണിക്കാൻ തോന്നുന്നത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. താങ്ക് യു.